ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. മലയാളി താരമായ ആഷിഖ് കുരുണിയൻ്റെ പുതിയ പോഡ്കാസ്റ്റ് ഇപ്പോൾ വലിയ രൂപത്തിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പോഡ്കാസ്റ്റിൽ തന്നെ ആഷിഖ് ഒരു അബദ്ധം പറഞ്ഞിട്ടുണ്ട്. അതായത് സ്റ്റേഡിയങ്ങളും ഗ്രൗണ്ടുമെല്ലാം പരിപാലിക്കുന്നത് ISL അതോറിറ്റിയാണ്, ISL അധികൃതരാണ് എന്നായിരുന്നു ആഷിഖ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് ശരിയല്ല, അത് തെറ്റാണ് എന്ന കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ഈ പോഡ്കാസ്റ്റിൽ ആഷിഖ് പറഞ്ഞത് ഇങ്ങനെയാണ്: കൊച്ചിയിലെ ഗ്രൗണ്ടും പുല്ലും ഒക്കെ ഓക്കെയാണ്, പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് ISLനാണ് ഉള്ളത്. കാരണം ISLനുള്ള ഗ്രൗണ്ട് ISL ആണ് നന്നാക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൗണ്ട് പരിപാലിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല, അത് മെയിൻ്റനൻസ് ചെയ്യുന്നത് ISL ആണ്. 12 ക്ലബ്ബുകളുടെയും ഗ്രൗണ്ടുകൾ പരിപാലിക്കുന്നത് ISL ആണ്, അല്ലാതെ ക്ലബ്ബുകൾ അല്ല. ഇതായിരുന്നു ആഷിഖ് കുരുണിയൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് തെറ്റാണ്, അതൊരു നുണയാണ്. ക്ലബ്ബുകൾ തന്നെയാണ് ഈ ഒരു സ്റ്റേഡിയങ്ങളും ഗ്രൗണ്ടും ഒക്കെ പരിപാലിക്കുന്നത്. ഇതേക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് എക്സിൽ ഒരു കമന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കമന്റ് ഇങ്ങനെയാണ്: അവരവരുടെ ഗ്രൗണ്ടുകൾ ക്ലബ്ബുകളാണ് പരിപാലിക്കുന്നത്. ഗ്രൗണ്ടുകൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത് ക്ലബ്ബുകൾ മാത്രമാണ്. ചിലയിടത്ത് സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളത് മാത്രം. ഇതാണ് അഭികിൻ്റെ ഒരു കമൻ്റ് ആയിക്കൊണ്ട് വരുന്നത്. അതായത് ആഷിഖ് പറഞ്ഞത് തീർത്തും തെറ്റാണ്. ഗ്രൗണ്ടുകൾ ISL അതോറിറ്റി പരിപാലിക്കുന്നില്ല, മറിച്ച് ക്ലബ്ബുകൾ തന്നെയാണ് പരിപാലിക്കുന്നത്. ചിലയിടത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പിന്തുണ ആ ക്ലബ്ബുകൾക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ ആ സ്റ്റേഡിയം പരിപാലിക്കുന്ന കാര്യത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് അഭിക് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇന്ത്യൻ ദേശീയ ടീമിന് വേണ്ടിയൊക്കെ കളിച്ച് പരിചയമുള്ള ഒരു താരമാണ് ആഷിഖ്. അദ്ദേഹത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതിന് മുൻപ് അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തി ഫാക്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെയാണ് ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.